എന്റെ സുഹൃത്തുക്കളോട് ഒരൊറ്റൊരു റിക്വസ്റ്റ്, സമയമില്ലാത്തവരെ ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ആചാര്യ പറഞ്ഞ് ഒരു 1.5-3 മണിക്കൂർ നല്ല പ്രസംഗം പോകണം, പക്ഷെ ഈ സാഹചര്യം ഒക്കൂല. ഞാൻ നിർത്തുക. നമുക്ക് ദുആ ചെയ്യണം, 1-2 രാത്രി പാടണം. ഒരു റിക്വസ്റ്റ്, മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ വിഷമം കൊണ്ട് പറഞ്ഞു വേണം, പിന്നെ പ്രയാസം കൊണ്ട് പറഞ്ഞു വേണം. റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയും എല്ലാ ഇടങ്ങളിലും റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ഇങ്ങനെ കേൾക്കുകയാണ്. എന്ത് സന്തോഷമുണ്ട്, എന്ത് റാഹത്തുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാമുൽ ഹറമൈൻ തങ്ങൾ എഴുതി വെച്ചത് കാണാം. റബീഇന്റെ പൊന്നമ്പുളി മാനത്ത് ഉദിച്ചാൽ ആ സമയം തൊട്ട് അല്ലാഹു സ്വർഗീയ ലോകത്ത് മലക്കിന്റെ സ്പെഷ്യലായി ഡ്യൂട്ടി കൊടുക്കുകയാണ്. എന്താ അവരുടെ ഡ്യൂട്ടി? സ്വർഗത്തിൽ അലങ്കരിക്കുക. എന്താ കാരണം? റസൂലുള്ളാഹി തങ്ങൾ പ്രസവിച്ച ദിവസത്തിൽ ആ എല്ലാ മലക്കുകളും സൃഷ്ടികളും സന്തോഷിക്കുമ്പോ ഈ മാസത്തിൽ ഉന്നാര റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ കുതിര കയറിയിട്ട് റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിക്കേണ്ടുന്ന തിരുശേഷിപ്പുകളെ സമൂഹത്തിന്റെ ഇടയിലും മാധ്യമങ്ങളുടെ ഇടയിലും സോഷ്യൽ മീഡിയയിലും ഇട്ട് ചർച്ചയാക്കി ആ ഹബീബിനെ മനസ്സ് വേദനിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുതെന്നുള്ള ഒരു വിനയാന്യതമായ ഒരു റിക്വസ്റ്റ് മാത്രമേ പറയാം. ഇത് തുറക്കുമ്പോൾ തന്നെ ഈ മുസ്ലിമത്താണ് കേൾക്കുക. നമ്മൾ കേൾക്കരുത്. നമ്മൾ അവിടുത്തെ എന്ത് സന്തോഷത്തിന്റെ മൊഴിയിൽ പാടുമ്പോ മധുരമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അബൂജഹലിന്റെ കാലം തൊട്ട് ഈ കാലം വരെയും ഒരാളും റസൂലുള്ളാഹി തങ്ങളോട് എതിർ അഭിപ്രായമില്ല. അൽ അമീൻ എന്നാണ് അവർ വിളിച്ചത്. പക്ഷെ ബഹുദൈവ ആരാധനയും ഒക്കെ എടുത്തെറിഞ്ഞ്, ബിംബാരാധനയൊക്കെ എടുത്തെറിഞ്ഞ് അല്ലാഹുവിലേക്കുള്ള വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴാണ് അവർക്ക് പ്രശ്നമുണ്ടായത്. അവരാരും റസൂലുള്ളാഹി തങ്ങളെ കൊച്ചാക്കിയിട്ടില്ല. നമ്മളാരും റസൂലുള്ളാഹി തങ്ങളെ മോശമായി സമൂഹത്തിന്റെ ഇടയിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും എല്ലാ ആൾക്കാരുടെ ഇടയിലും കൊടുത്തിട്ട് ഒരു മോശമായ ചിത്രീകരണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു. നമ്മുടെ മക്കൾ അതിൽ പെട്ടുപോകരുത്, നാമും അതിൽ പെട്ടുപോകരുത്. അല്ലാഹു കാക്കട്ടെ. അവിടുത്തെ ആഹാരങ്ങളെയും അവിടുത്തെ തിരുശേഷിപ്പുകളെയും നാം കാത്തു സൂക്ഷിക്കുകയും അവിടുത്തോട് മഹബത്ത് വെക്കുകയും വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി 7 വയസ്സുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, എന്താ പേര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. നമുക്കൊക്കെ മക്കളുണ്ട്. നമ്മുടെ മക്കളെ പ്രായം എടുത്തു. 7 വയസ്സുള്ള ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഉമ്മ എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖാദിമാകാൻ ഒരു ചാൻസ് തരും. ഉമ്മ മോനെയും കൂട്ടി ഇലാ ഹദറത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, മുത്തുനബിയെ, എന്റെ മോനാണ്, അവിടുത്തെ ഖാദിമാകാനുള്ള ആശ പറയാൻ 7 വയസ്സല്ലേ ഉള്ളൂ, ഞാൻ തങ്ങളുടെ ഖാദിമായി ഏറ്റെടുത്തുട്ടാ. ഇബ്നു മസ്ഊദ് തങ്ങൾ ഏറ്റെടുത്തു. ഡ്യൂട്ടി നിർവഹിക്കുന്ന പരിപാടി നിയമസഭയിലോ പാർലമെന്റിലോ ഉള്ളതുപോലെ അല്ല. മുത്തുനബിയുടെ ഖാദിമികൾ അവർക്ക് ഇഷ്ടമുള്ള ഖിദ്മ അവർ ചെയ്യും. ഇമാം ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ തിരഞ്ഞെടുത്ത ഡ്യൂട്ടി, റസൂലുള്ളാഹി തങ്ങൾ എവിടെയാണോ ചെരുപ്പഴിച്ചു വെക്കുന്നത് അപ്പോൾ തന്നെ 2 ചെരുപ്പും എടുത്ത് സൂക്ഷിക്കുന്ന ഖിദ്മയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഡ്യൂട്ടി. ചെരുപ്പ് അഴിച്ചു വെച്ച ഉടനെ അത് 2 വാരിയെടുക്കുന്നു. എത്ര വയസ്സ്? 7 വയസ്സ്. നമ്മൾ 21 വയസ്സുള്ള 25 വയസ്സുള്ള മോൻ പുറത്തുണ്ടാവും. ഉപ്പ വീട്ടിൽ കറങ്ങുമ്പോൾ ചെരുപ്പ് ഒന്ന് അപ്പുറത്ത് ഇപ്പുറത്തായിരിക്കും. ഒന്ന് എടുത്ത് വെച്ചു കൊടുക്കാതെ മനസ്സുകൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ല. ആരോടും 7 വയസ്സുള്ള കൊച്ചുമോനെ ഹബീബിന്റെ ചെരുപ്പെടുത്തു. ചരിത്രത്തിൽ കാണാം, ആ 7 വയസ്സുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരംഭ റസൂലുള്ളാഹി തങ്ങളെ ചെരുപ്പെടുത്തിട്ട് നെഞ്ചിന്റെ താഴോട്ട് പിടിച്ചിട്ടില്ല, ഹൃദയത്തിന്റെ മേൽഭാഗത്ത് ചേർത്തി പിടിച്ചതല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പ് ഹൃദയത്തിന്റെ താഴോട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പിടിക്കാറില്ല. ഹൃദയത്തിന്റെ മേലെ മാത്രമേ വെക്കാറുള്ളൂ. മുസ്ഹഫിനെ കുറിച്ചല്ല, സ്വഹീഹുൽ ബുഖാരിയെ കുറിച്ചല്ല പിടിച്ചു വെക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പാണ്. അതാണ് അല്ലാമ യൂസുഫ് ബുഖാരി തങ്ങൾ പറഞ്ഞത്, സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി ബഅലിഹി വഅന സഈദ് ബിഖിദ്മതി ബിദാലിഹാ. ഇബ്നു മസ്ഊദ് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പെടുത്ത് വിജയിച്ചു. എനിക്കതൊരുക്കാൻ ബാക്കിയില്ല, എനിക്ക് ആ സ്വരം കേൾക്കാൻ ബാക്കിയില്ല. അല്ലാമ യൂസുഫ് ബുഖാരി തങ്ങൾ പറയുന്നു, ആ ചെരുപ്പ് എങ്ങനെയുള്ളതാണെന്ന് ഹദീസ് നോക്കി അതിനൊരു രൂപകൽപ്പന ചെയ്ത് ആ ചെരുപ്പ് പോലെ ആകൃതി ഉണ്ടാക്കിയിട്ടെങ്കിലും ഞാനൊന്ന് വിജയിക്കട്ടെ. ഇബ്നു മസ്ഊദ് ചെരുപ്പെടുത്ത് വിജയിച്ചു പോയില്ലേ?
എന്ന് യൂസുഫിന് മുഹമ്മദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെടാൻ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അവരുടെ ഹബീബിനെ കുറ്റം പറയരുത്, അവിടുത്തെ ആധാറുകൾ മോശമായി കാണരുത്, സമൂഹത്തിന്റെ മുന്നിൽ ആ നേതാവിനെ കുറിച്ച് ചർച്ച വിട്ടുകൊടുക്കരുത്. അള്ളാഹു നമ്മുടെ ആക്കിപത്ത് നന്നാക്കി തരട്ടെ, നമ്മുടെ കൽബും ശരീരവും അള്ളാഹു നന്നാക്കി തരട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാസ്റ്റ് വൺ ഇൻഷാ അല്ലാഹ് നറുക്കെടുപ്പ് നടക്കുകയാണ്. देखिए वक्त बहुत कम है माशाल्लाह। मैं जानता हूँ आप कब तक बैठ सकते हैं, आप कब तक बैठ सकते हैं? फजर तक मैं नहीं रहूंगा इंशाल्लाह क्योंकि यहाँ पे वक्त की भी प्रॉब्लम है माशाल्लाह। चाहते हैं कि फजर तक बैठूं, मैं पढ़ूंगा इंशाल्लाह, लेकिन बात यह है कि मुझे पता है कि आप तमाम को वर्क के लिए भी जाना है। तो आइए इंशाल्लाह सबसे पहले मलयालम में इंशाल्लाह एक कलाम पढ़ूंगा